ഇന്നത്തെ നമ്മുടെ യാത്ര വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ജഡായു എർത്ത് സെൻറ്റർ. അപ്പം നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് വന്ന നൂബിയും സാഗറും കുട്ടിയും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടാണ് ജഡായു എർത്ത് സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായു എർത്ത് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ തന്നെ ഒരു ഐക്കോണിക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ജഡായു ബേർഡ്സ് കൾച്ചർ സ്ഥിതി ചെയ്യുന്ന ഈ ചടയമംഗലത്തെ ഈ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ശില്പം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു എർത്ത് സെൻറ്ററിലേക്ക് നമുക്ക് പോയി വരാം. ഇത് അവിടേക്കുള്ളൊരു പ്രവേശന കവാടമാണ്. ഇതിലൂടെയാണ് നമ്മൾ എർത്ത് സെൻറ്ററിലേക്ക് പോകുന്നത്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെയൊക്കെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുന്നിടത്ത് നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറും. അവിടെ നമുക്ക് ടിക്കറ്റ് ഫീ ഉണ്ട്. 2 ടൈപ്പിലുള്ള ടിക്കറ്റ് ഫീ ആണ്. 225 രൂപയുടെയും കേബിൾ കാറിലൂടെ പോകണമെങ്കിൽ 555 രൂപയാണ് ചാർജ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ടേൺ വരുന്നതനുസരിച്ചാണ് നമുക്ക് കേബിൾ കാറിലോട്ടുള്ളൊരു അവസരം അവർ നമുക്ക് തരുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം നമ്മൾ കേബിൾ കാറ് വരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും റീഫ്രഷൻ ഏരിയസൊക്കെ ഉണ്ട്. ഇതെല്ലാം കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു കേബിൾ കാറിൽ 8 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, അത് നിൽക്കത്തില്ല. അത് ഇങ്ങനെ ഒരു സ്ലോ ചെയ്യുന്നതനുസരിച്ച് വേണം നമ്മൾ ആ കേബിൾ കാറിലോട്ട് കയറാനായിട്ട്. ബാലൻസ് ചെയ്ത് വേണം കേബിൾ കാറിൽ ഇരിക്കാനായിട്ട്. അതിങ്ങനെ ഇറങ്ങി വരുന്നതും ആ മലമുകളിലോട്ട് കയറി പോകുന്നതൊക്കെ കാണാനായിട്ടൊരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. നല്ല രസമായിരുന്നു അതിൽ ഉള്ള ഒരു യാത്ര. കേബിൾ കാർ വഴി എത്തുമ്പോൾ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത്. സ്വിസ് നിർമ്മിതമായ നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗിച്ചാണ് ഈ കേബിൾ കാർ സംവിധാനം പ്രവർത്തിക്കുന്നത്. പരമാവധി 8 പേർക്കാണ് ഒരു കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഒരു ഗംഭീര യാത്രാനുഭവം തന്നെയാണ് നമുക്ക് ഈ കേബിൾ കാറിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ് ഓരോ കേബിൾ കാറും നമ്മുടെ ടേൺ അനുസരിച്ച് നമ്മളിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം, വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് തന്നെ ഇരിക്കണം. അത് അവർ കർശന നിർദ്ദേശങ്ങൾ അവർ നമുക്ക് തരുന്നതായിരിക്കും. അതെല്ലാം ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കയറിയിരിക്കാനായിട്ട്. ഇരുന്ന് കഴിഞ്ഞിട്ട് അതിങ്ങനെ മൂവ് ചെയ്യുമ്പം നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാനുള്ളൊരാഗ്രഹവും ഒപ്പം ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. കാര്യം ഇത് ഇടയ്ക്ക് കൊണ്ടുപോയി ഒന്ന് നിർത്തും. ആ നിർത്തുമ്പോൾ ഉള്ളൊരു ഭീതിജനകമായ ഒരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയും വേണം, പേടിയും എല്ലാം കൂടെ ചേരുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഒപ്പം പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന മറ്റ് കേബിൾ കാർ ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസും എക്സ്പ്രഷനും കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ തന്നെ. പേടി, എല്ലാവർക്കും നല്ലൊരു ഭയമായിരുന്നു അവിടെ ഇരുന്ന് പോകാൻ. പക്ഷെ ഭയങ്കര രസമായിരുന്നു, അടിപൊളി യാത്രയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായുവിൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. രാമായണ കഥയിലെ ധീരനായ ജഡായു സീതയെ രക്ഷിക്കാൻ രാവണനോട് പോരാടിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി ഭംഗിയും പർവ്വതനിരകളുടെ മനോഹര കാഴ്ചകളും സാഹസിക വിനോദങ്ങളും ഒത്തുചേരുന്ന ഈ സ്ഥലം കേരളത്തിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ ജഡായുപ്പാറയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാം. പ്രകൃതിയുടെ മനോഹാരിതയും ചരിത്രവും പുരാണവും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ജഡായു എർത്ത് സെൻറ്റർ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു അതുല്യമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. 200 അടി നീളവും 180 അടി വീതിയും 70 അടി ഉയരവുമുള്ള ഈ ജഡായു ശില്പത്തിന് കയറാനായിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും വീക്കെൻഡിലാണെങ്കിൽ ഏകദേശം 10 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശനം. ഇവിടെ നമുക്ക് പല ചരിത്രങ്ങളും എഴുതി വച്ചേക്കുന്നത് കാണാം. ഇത്രയും പേര് അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മുടെ ജെൻ ആൽഫ കുട്ടിയായ
പൊന്നൂസ് മാത്രം അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ഇവിടെ കാണാനും ആ ശില്പത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ വലിപ്പമൊക്കെ കാണുമ്പം നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അത്രയ്ക്ക് വലിയ ചിറകുകളും അതിൻ്റെ കൊത്തുപണികളും അത് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അവരെഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് ജടായുവിൻ്റെ ചിറക് അരിഞ്ഞു വീഴ്ത്തി ജടായു താഴേക്ക് വീണത് ഈ പാറകളിലാണ്. ശ്രീരാമനെ വിവരം ധരിപ്പിക്കുന്നതുവരെ ജീവിച്ചിരിക്കും എന്ന വരം കൂടി സീതാദേവി ജടായുവിന് നൽകിയിരുന്നു. മൃതപ്രായനായ ജടായുവിന് ഈ പാറ ദാഹജലം നൽകി. സീതാദേവി തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തി ജടായുവിൽ നിന്നും സീതാപഹരണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞത് അതിനുശേഷമാണ് ജടായു മരണപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഇവിടെ ഈ ജടായു ശില്പം കൂടാതെ തന്നെ ഒരു അതിമനോഹരമായ ഒരു ക്ഷേത്രവും ഉണ്ട്. ആ ക്ഷേത്രാങ്കണത്തിൽ നിറയെ വാനരന്മാരാണ്. ഒരുപാട് കുരങ്ങന്മാരെ നമുക്കവിടെ കാണാം. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനൊരു കൗണ്ടർ, നമുക്ക് റെസിപ്റ്റ് എടുത്ത് കൗണ്ടറിൽ നിന്ന് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കും ഒരു നേർച്ച പോലെ ഇവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാം. അത് വളരെ നല്ലൊരു കാഴ്ചയാണ്. അവരിങ്ങനെ അടുക്കും ചിട്ടയായിട്ടൊക്കെ നിരന്നിരുന്ന് ഓരോരുത്തർക്കും ഭക്ഷണം ഒരാൾ വിളമ്പി കൊടുക്കുന്നുണ്ട്. ചിട്ടയോടിരുന്ന് അവർ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പ്രായത്തിലുള്ള കുരങ്ങന്മാരെയും നമുക്കവിടെ കാണാൻ കഴിയും. അവരെല്ലാം നല്ല അനുസരണയോടുകൂടി അവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു കാഴ്ച വളരെ രസമാണ്. കൂടാതെ നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാം. ഇത് ഒരു കുഞ്ഞു വാനരനെ അവർ ഫോട്ടോ എടുക്കുകയാണ്. അത് പേടിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ കാണുമ്പോഴാണ് കുറച്ചും കൂടി ഇറിറ്റേറ്റഡ് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യാം ഇവർ. പക്ഷേ അങ്ങനെയൊന്നും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു തരം കുരങ്ങന്മാരൊന്നുമല്ല. ഇതൊരു പാലൂപ്പി കുടിക്കുന്ന ഒരു കുരങ്ങനെയാണ്. പാലൂപ്പി ഇങ്ങനെ എടുത്ത് വെച്ച് കളിക്കുന്ന ഒരു കുരങ്ങനാണ്. ആരുടെയോ കുട്ടികളുടെ അവിടെ മിസ്സായതങ്ങാണ്ടാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു സായങ്കാലം, ഒരു വൈകുന്നേര സമയം നമ്മളവിടെ ചെല്ലുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്, നടക്കാൻ പറ്റത്തില്ല. പാറയിൽ വെയിലടിച്ചിട്ട് നല്ല കാല് പൊള്ളും. അതുകൊണ്ട് മാക്സിമം വരാൻ ശ്രമിക്കുന്നവരെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ വരിക. അപ്പം നമുക്ക് സൂര്യാസ്തമയം കാണാം, ഒപ്പം കാഴ്ചകളൊക്കെ അതിമനോഹരമായിട്ട് കാണാം. ഇവിടെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടില്ല. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. പല ഭാഷയിലുള്ള ആൾക്കാരെയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കൾപ്ചറിനെ കുറിച്ച് അവർ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ചിറകിൻ്റെ ഇടയിലൂടെ നമ്മൾ നടന്നങ്ങേ അറ്റം ചെന്ന് ആ ശില്പത്തിൻ്റെ ക്ലോസ് വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയും വലുപ്പത്തിലാണ് ആ ഒരു ശില്പം അവിടെ ഉള്ളത്. ഇനിയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് തിയേറ്ററുകളും മ്യൂസിയവും ഒക്കെ ഉണ്ട്. അതൊന്നും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് പുറത്ത് നിന്ന് മാത്രം കണ്ട് മടങ്ങാം. ഇനി ഇത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മൾ അങ്ങോട്ട് എൻട്രൻസ് കയറിയതുപോലെ തന്നെ ആണ് നമ്മൾ തിരിച്ചും പോകുന്നത്. രാമായണത്തിലെ ധീരനായ ജടായുവിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം പ്രകൃതി ഭംഗിയും സാഹസിക അനുഭവങ്ങളും നിറഞ്ഞ ജടായു എർത്ത് സെൻ്റർ കേരളത്തിലെ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. കേരളത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ജടായു പാറ. നമ്മുടെ ഈ മോണ്യുമെൻറ്റ്, ഈ ഒരു ജടായു എർത്ത് സെൻറ്റർ, അതൊരു കറേജ്, സാക്രിഫൈസ്, അതേപോലെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതേപോലെ തന്നെ ഒരു യൂണീക്ക് ബ്ലെൻഡ് ഓഫ് മിത്തോളജി, നേച്ചർ ആൻഡ് ടൂറിസം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സോ എല്ലാവരും വരിക, സന്ദർശിക്കുക, ആസ്വദിക്കുക. താങ്ക് യു.